ചായയൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊക്കെ ഒരു മൗലൂദുണ്ട്, അങ്ങോട്ടും പോകണം. അപ്പോൾ അതിനൊക്കെ പാടെ ഇറങ്ങി തിരിച്ചാണ് പോയി റിട്ടേൺ വന്ന് ഈ ഒരു സാധനം മേടിക്കാണ്ടായിരുന്നു മുത്തുക്കാക്കാൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇടയ്ക്കര എത്തിയത് മുത്തുക്കാക്കാൻ്റെ കൊടുത്തിട്ട് നമ്മളൊരു ടോപ്പ് നോക്കാം, ജീൻസിനൊരു ടോപ്പ് നോക്കാൻ വേണ്ടി പോയി. നോക്കുമ്പോൾ അവിടെ ഇഷ്ടപ്പെട്ട ടോപ്പൊന്നും കണ്ടില്ല. അവസാനം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജസൂൻ റംബൂട്ടാൻ വേണം. അപ്പോൾ റംബൂട്ടാൻ കുറച്ച് മേടിച്ച് വെറുതെ ഒന്ന് കഴിക്കാൻ ടേസ്റ്റ് നോക്കാനും വേണ്ടിയിട്ട് കുറച്ച് റംബൂട്ടാൻ മേടിച്ച് അവിടെ നിന്ന് ഒന്ന് ജസൂൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ബാക്കി അങ്ങനെ വണ്ടിക്ക് വെച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ചായക്കടയ്ക്ക് പോയിട്ട് അവിടെ ജസൂന് ഒരു ബ്രോസ്റ്റിൻ്റെ പീസും ഞങ്ങൾക്ക് കുറച്ച് കാടമുട്ടിയും സമൂസയും അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാടമുട്ട കുഴപ്പമില്ല, തണുത്തത് കൊണ്ട് ഇത്തിരി ഒരു ബോറ്. അത് കഴിഞ്ഞിട്ട് ബ്രോസ്റ്റ്, അത് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സമൂസ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, നല്ല രസമുണ്ടായിരുന്നു. അത് കുടിച്ചതിൻ്റെ ഒരു 7-Up കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കാറ്റാടീൻ്റെ ആ വഴിക്കൊക്കെ പോയിട്ട് നമ്മൾ റംബൂട്ടാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. കുറേ സംസാരിച്ച് റംബൂട്ടാൻസൊക്കെ കഴിച്ച് റാഷിയും ജസുവാണ് കൂടുതലും കഴിച്ചത്. എനിക്ക് ഒന്ന് 2 കഴിച്ചപ്പോഴത്തേനും എനിക്ക് മതിയായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടു. ഓഡിറ്റോറിയത്തിൽ കണ്ടിട്ട് നമ്മൾ പോയത്. ഓഡിറ്റോറിയത്തിൽ പോയി അവിടെ അമ്മോനാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിക്കണം. അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി നിയമോളുടെ മുടിയൊക്കെ വെട്ടിയതൊക്കെ കണ്ട് ചെക്കനെ നടുവിലിരുത്തി ഓരോന്ന് കുറേ വർത്താനം പറഞ്ഞു. കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. ഇത് ചെക്കൻ്റെ ഉമ്മ പറഞ്ഞാൽ എൻ്റെ അമ്മായിമ്മൻ്റെ അനിയത്തി, ഇത് ചെക്കൻ്റെ ഉപ്പ പറഞ്ഞാൽ ആ പാപ്പ. പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് വർത്താനം പറയുന്ന കാര്യങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ മൗലൂദ് സമയത്ത് അടുക്കളയിൽ നേരെ പോയിരുന്നു. അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ പേരിന് നമ്മുടെ കുടുംബക്കാരന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായി എൻജോയ് ചെയ്തു കേട്ടോ പരിപാടിയൊക്കെ. മൗലൂദാണെങ്കിലും മെയിനായിട്ട് നമുക്കൊക്കെ വർത്താനം പറയാനും കൂടാനുള്ള ഒരു ഇതായിരുന്നു. ഇത് വന്നിട്ട് ചെക്കൻ്റെ താത്ത. പിന്നെ ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞു. ഇത് അമ്മായി, ഇത് അമ്മായിയുടെ മോള്, ഇത് അമ്മായിയുടെ മരോള്, മൂത്ത അമ്മായിയാണ് കേട്ടത്. പിന്നെ മൗലൂദൊക്കെ തുടങ്ങി. അതിനിടയിൽ ജസുക്ക് ചോറ് കൊടുത്തിട്ട് ജസുവിന് മടി കിടത്തിയിട്ടുണ്ടായിരുന്നു. ചെക്ക ഉറങ്ങിയൊന്നുമില്ല. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ഇരുന്ന് പിന്നെ ചോറ് വയ്ക്കാൻ പോയി. അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെക്കന് നമ്മുടെ കൂടെ വന്ന് വിശക്കണേ പറഞ്ഞിട്ട് വേഗം വന്നിരുന്ന് കഴിച്ചു. പിന്നെ നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഒപ്പം നമ്മൾ ഇരിക്കാൻ മറന്നുകൊണ്ട് അവനൊരു വീഡിയോസ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പോയി കുറേ വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ പെണ്ണുങ്ങളൊക്കെ പാടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ പാടെ എന്തൊക്കെയോ ചെയ്യണ്. പോയി നോക്കിയപ്പോൾ നല്ല തമാശ. ചന്തുള്ള കുട്ടീനെ ഓള് ലാസ്റ്റ് അവസാനം ഇങ്ങനെ ആക്കിയെടുത്തു. ഓളുടെ ഉമ്മ കണ്ടിട്ട് ഒരേ ചിരി. പിന്നെ ഞങ്ങളെല്ലാവരും പാടെ സിറ്റ് ഔട്ടിലിരുന്ന് ഫുൾ വർത്താനായിരുന്നു. അതിനുശേഷം അമ്മ വന്നിട്ട് രാവിലെ ബസ് എടുക്കും, ഇത്ര മണിക്ക് വരണം, ഇത്ര മണിക്ക് പോകണം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിരുന്നു. നമ്മളത് ശ്രദ്ധയോടെയൊക്കെ കേട്ട്. അപ്പോഴത്തേനും ജസു എന്ത് കാട്ടി, ഓളെ മേക്കപ്പ് ചെയ്തോളെ ഉമ്മാനെ മേക്കപ്പ് ചെയ്ത് തരാനിട്ട് ഓന് ലിപ് ലൈനർ എടുത്ത് എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടി. അത് കഴിഞ്ഞിട്ട് നീയും എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. നിയമോളും കുറേ ചുണ്ടിൽ കലാപരിപാടി നടത്തി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ നമ്മൾ തിരിച്ചു. ഇനി അടുത്തത് കല്യാണ വീഡിയോ ആയിട്ട്